ഹലോ, ഇത് ശ്രീലക്ഷ്മി. സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ശ്രീലക്ഷ്മിയുടെ അച്ഛൻ പറഞ്ഞു, നീ ഋഷിയെ വിവാഹം ചെയ്യണം. ഇത് കേട്ട് ശ്രീലക്ഷ്മിയാകെ ഞെട്ടിപ്പോയി. അമ്മ ദേവയാനിയും കുറേ എതിർത്തെങ്കിലും അച്ഛനതിനെ സമ്മതിച്ചില്ല. ഒട്ടും താല്പര്യമില്ലാതെ ശ്രീലക്ഷ്മിക്ക് അത് ചെയ്യേണ്ടി വന്നു. ഋഷിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. പക്ഷേ അതിനു മുമ്പ് അച്ഛനോട് ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നു, ദരിദ്രവാസിയായ ഇവൻ, ഒരു ജോലിയും കൂലിയില്ലാത്ത ഇവനാണ് എൻ്റെ ഭർത്താവെന്ന്. ഈ ലോകം അറിയരുത്, ആ ഒരു സത്യം ആരും അറിയരുത്. എന്നാൽ ഞാൻ ഋഷിയെ വിവാഹം കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അച്ഛൻ അതിന് സമ്മതിക്കുകയാണ്. ഇത് ഋഷിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ പട്ടിയെപ്പോലെ ആ വീട്ടിലെ എല്ലാ വേലകളും ചെയ്യേണ്ടി വരികയാണ്. ചെറിയ ജോലികൾ പുറത്തു പോയി ചെയ്യുന്നുണ്ടെങ്കിലും പകുതി സമയം ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ അടിമയെപ്പോലെ പണിയെടുക്കേണ്ടി വരികയാണ്. പ്രത്യേകിച്ച് ശ്രീലക്ഷ്മിയുടെ അമ്മ ദേവയാനി അറിഞ്ഞുകൊണ്ട് പണിയുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഋഷിയെ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ ആ സ്ത്രീ സമ്മതിക്കില്ല. ഋഷി ഒന്നും മിണ്ടാതെ ഇതെല്ലാം ശ്രീലുവിന് വേണ്ടി സഹിക്കുന്നു. എന്നാൽ ശ്രീലക്ഷ്മിക്കാണെങ്കിൽ ഋഷിയെ ഒട്ടും ഇഷ്ടമില്ല. കാരണം അവളുടെ സ്റ്റാറ്റസിനൊത്ത ഒരാളല്ല ഋഷിയെന്ന് അവൾക്ക് അറിയാവുന്നതുകൊണ്ട് ഋഷിയെ എപ്പോഴും അകറ്റി നിർത്താറേ ചെയ്യാറുള്ളൂ. ഒരു പട്ടിയെ പോലെ ശ്രീലക്ഷ്മിയുടെയും